സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 46 വാക്യം 4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ച് കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46 അധ്യായം 4 വാക്യത്തിൽ വാർദ്ധക്യത്തിലുള്ളവരോട് ദൈവം യെശയ്യാ പ്രവാചകൻ വഴി സംസാരിക്കുകയാണ്. വാർദ്ധക്യത്തിലുള്ളവർ അഥവാ വൃദ്ധർ പലപ്പോഴും മാനസികവും അതുപോലെ ശാരീരികവും ആയി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. പ്രായാധിക്യം കാരണം പല ബലഹീനതകൾ അവർക്കുണ്ടാകും. ഈ സന്ദർഭങ്ങളിൽ നിരാശ എന്ന ശത്രു അവരെ പിന്തുടരുന്നു. മാത്രമല്ല, അവർ ഓടി നടന്ന് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരുന്ന ആ ഒരവസ്ഥ, അതിൽ നിന്നും ഒരു വ്യതിയാനമുണ്ടാകുമ്പോൾ, ഞാൻ മുമ്പ് മറ്റുള്ളവർക്ക് ഒരു സഹായിയായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും അവരെ ഭരിക്കും. മാത്രമല്ല, ഞാൻ കൈവിടപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു അഥവാ ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത, ഞാൻ ആർക്കും ആവശ്യമില്ലാത്ത ഒരു ജീവിയാണ് എന്നുള്ള ഒരു ചിന്ത, ഇതെല്ലാം വാർദ്ധക്യത്തിലുള്ളവരെ പലപ്പോഴും ഭരിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ബലഹീനതകൾ നിമിത്തവും മേൽപ്പറയപ്പെട്ട പല വിഷയങ്ങൾ നിമിത്തം വാർദ്ധക്യത്തിലുള്ളവർ ഭാരപ്പെടുമ്പോൾ ദൈവം അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. അതിന് പകരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അനന്യൻ തന്നെ അഥവാ മാറ്റമില്ലാത്ത ദൈവം. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കുമെന്ന്. തൻ്റെ ഉള്ളം കയ്യിൽ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അപ്രമാദിത്വം ഇവിടെ നാം കാണുകയാണ്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞ നാൾ മുതൽ ഈ ദൈവത്തിൻ്റെ കരം ഓരോ മനുഷ്യനെയും പിന്തുടരുന്നുണ്ട്. ആ കരം മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും സന്ധിക്കുന്നുണ്ട്. കൈത്താങ്ങൽ എന്ന് പറയും. ആ കൈത്താങ്ങലാണ് മനുഷ്യജീവിതത്തെ പരിപോഷിപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരം നമ്മെ വഹിക്കുന്നതാണ് അഥവാ ചുമക്കുന്നതാണ്. വല്ലപ്പോഴുമല്ല, എല്ലായ്പ്പോഴും. അവസാനമായി ദൈവം ഈ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ചുമന്ന് വിടുവിക്കുമെന്നാണ്. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം, അത് പാപഭാരമാകാം, രോഗഭാരമാകാം, ശാപഭാരമാകാം, പൈശാചിക ശക്തികൾ കൊണ്ടിടുന്ന ഭാരങ്ങളാകാം. ഇതെല്ലാം
വഹിച്ച് വാർദ്ധക്യത്തിൽ ഞാൻ ഇനി എന്തിന്, ആർക്കു വേണ്ടി ജീവിക്കണം എന്നുള്ള ചോദ്യചിഹ്നങ്ങളുമായി കഴിയുന്നവർ, അവർക്ക് വേണ്ടിയുള്ള ഒരു ദൂതാണ് ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതെ, എന്നെന്നും നമ്മെ വഹിക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത ഈ ദൈവ വാഗ്ദാനം വാർദ്ധക്യത്തിലുള്ളവർക്കും വചനം കേട്ട എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ, ആമേൻ. ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ.